Hi. So, we updated material illustration number 37, page number 319. One account variety question. That we discuss. Just a question. A factory engaged in a production of chemical X and in the course of manufacture in a byproduct Y is produced with which after a separate process as a commercial value. Following are the information for the month of March. March masathil product Y ennu parayunna oru byproduct nammal ivide oru factory produce cheyyunnundu. Appo adinte joint expenses and separation expenses thannittund product X inde Y inde. Namakini vendathu the output for the month was 150 quintal of X and 50 quintals of Y. The selling price of Y is 200 per unit per quintal. The profit on product Y is 33.33% on cost price. Prepare an account show the cost of X per quintal. Product X in the account product X in the cost കാണിക്കുന്ന account വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജോയിന്റ് എക്സ്പെൻസ് വരയ്ക്കാം. രണ്ട് പ്രോഡക്റ്റിന്റെയും ജോയിന്റ് എക്സ്പെൻസ്. രണ്ട് പ്രോഡക്റ്റിനും ജോയിന്റ് എക്സ്പെൻസ് ഉണ്ട്, സെപ്പറേറ്റ് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ജോയിന്റ് എക്സ്പെൻസ് എക്സിന്റെ ജോയിന്റ് എക്സ്പെൻസ് എത്ര, സെപ്പറേറ്റ് എക്സ്പെൻസ് എത്ര, വൈന്റെ ജോയിന്റ് എക്സ്പെൻസ് എത്ര, സെപ്പറേറ്റ് എക്സ്പെൻസ് എത്ര എന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ജോയിന്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്സിനും വൈനും കൂടെ ചേർത്തിട്ടുള്ള ജോയിന്റ് എക്സ്പെൻസസ് ആയ മെറ്റീരിയൽ ലേബർ ഓവറാണ് അവിടെ തന്നേക്കുന്നത്. സെപ്പറേറ്റ് എക്സ്പെൻസസ് ആയ എക്സും വൈനുള്ള ഇത് പ്രത്യേകം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ജോയിന്റ് എക്സ്പെൻസ് വരച്ചിട്ട് എക്സിന്റെ വൈന്റെയും സെപ്പറേറ്റ് ജോയിന്റ് എക്സ്പെൻസസ് എത്ര നമുക്ക് നോക്കാം. ജോയിന്റ് എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ജോയിന്റ് എക്സ്പെൻസ് അക്കൗണ്ട്. Debit side il material 10,000, labor 4,000, overhead 2,500. ഇത് ടോട്ടൽ ജോയിന്റ് എക്സ്പെൻസസ് ആണ്. നമുക്കിവിടെ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് ജോയിന്റ് എക്സ്പെൻസസിന്റെ ടോട്ടൽ കോസ്റ്റിന് തന്നിട്ടുണ്ട്. 16,500 ആണ് എന്റെ ടോട്ടൽ വരിക. ഇതൊന്ന് ഈ ജോയിന്റ് എക്സ്പെൻസിനകത്ത് എക്സിന്റെ പോർഷൻ ഉണ്ട്, വൈന്റെ പോർഷൻ ഉണ്ട്. നമുക്കറിയത്തില്ല എക്സിന്റെ പോർഷൻ എത്രയാണ്, വൈന്റെ പോർഷൻ എത്രയാണെന്ന്. നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കുമ്പോൾ വൈന്റെ സെല്ലിംഗ് പ്രൈസ് അവിടെ തന്നിട്ടുണ്ട്. വൈന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് അവിടെ തന്നിട്ടുണ്ട്. വൈന്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ വൈയുടെ കോസ്റ്റ്, വൈസ് ഷെയർ അല്ലെങ്കിൽ വൈസിന്റെ കോസ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാം. ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് വൈസ് സെല്ലിംഗ് പ്രൈസ് 200. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 33.33% ഓൺ കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ആഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റിന്റെ 33.33% ആണ് പ്രോഫിറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോസ്റ്റ് ആണ് ബേസ്. പ്രോഫിറ്റ് ആഡ് ചെയ്തിരിക്കുന്നതിന്റെ ബേസ് എന്ന് പറയുന്ന കോസ്റ്റ് ആണ്. ഈ കോസ്റ്റിനെ ഞാൻ 100% ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ കോസ്റ്റിന്റെ 33.33% ആണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് 33.33, ദാറ്റ് ഈസ് 133.33% ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ കോസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 100 ആണ്, പ്രോഫിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 33.33 ആണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് ആയ 200, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു 200 ആയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 133.33 ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. പ്രോഫിറ്റ് ഈക്വൽ ടു 200 എന്ന് പറയുന്നത് 133.33 ആണ്. അങ്ങനെയാണെങ്കിൽ 33.33 എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ചെയ്യാം. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 200 ഇൻഡിക്കേറ്റ്സ് 133.333. Then what will be for 100? That is 150 എന്നാണ്. 150 rupees ആണ് പെർ യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. Then 200 എന്ന് പറയുന്നത് 133.33 ആണ്. അങ്ങനെയാണെങ്കിൽ 33.33 എത്രയാണെന്ന് നോക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ഈക്വൽ ടു 50. അങ്ങനെ 150 കോസ്റ്റും 50 പ്രോഫിറ്റും കൂടെ ചേർത്തിട്ടാണ് 200 സെല്ലിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്.
Okay, അപ്പോൾ നമുക്ക് total cost of 50 units of Y equal to 150 into 50. Okay, 150 into 50, that is 7,500 ആണ് total cost of units of 50 units of product Y എന്ന് പറയുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് ആയ 7,500 500 പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജോയിന്റ് എക്സ്പെൻസസിന്റെ ഷെയറും ഉണ്ട്, സെപ്പറേറ്റ് എക്സ്പെൻസസിന്റെ ഷെയറും ഉണ്ട്. ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജോയിന്റ് കോസ്റ്റ് ഉണ്ട്, സെപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 7,500 നിന്നും വൈയുടെ സെപ്പറേറ്റ് എക്സ്പെൻസസ് ആയ ലെസ് separate expenses are material amounts to rupees 2,800, labor amounts to rupees 2,500, overhead amounts to rupees 1,000. ഇത്രേ നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജോയിന്റ് എക്സ്പെൻസ് ഓഫ് Y കിട്ടും. Okay, let's see. 7,500 minus 2,800 minus 2,500 minus 1,000. 1,200 ആണ് എന്തെന്ന് പറയുന്നത് Yന്റെ ജോയിന്റ് എക്സ്പെൻസ്, ഷെയർ ഓഫ് ജോയിന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ Y's അക്കൗണ്ട് 1,200 ടോട്ടൽ ചെയ്യുന്നു. 16,500 ആണ് ടോട്ടൽ. രണ്ട് പ്രോഡക്റ്റ് ഇവിടെ ഉള്ളൂ, എക്സും വൈയും. അതിൽ വൈയുടെ ജോയിന്റ് എക്സ്പെൻസ് 1,200 നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ദെൻ അതിന്റെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എക്സ് അക്കൗണ്ട്. ബാലൻസിങ് ഫിഗർ 15,300. ഓക്കെ, ദെൻ ഇതിന്റെ കണ്ടിന്യൂഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിന്റെ അക്കൗണ്ട് വരയ്ക്കുന്നു. എക്സ് അക്കൗണ്ട് എഴുതുമ്പോൾ എക്സിന്റെ കോസ്റ്റ് ഞാൻ ജോയിന്റ് എക്സ്പെൻസസ് എഴുതുന്നു. ജോയിന്റ് എക്സ്പെൻസസ് 15,300. Then separate expenses, total expenses നമ്മൾ എവിടെ എടുക്കണം? സെപ്പറേറ്റ് എക്സ്പെൻസസ് ആയ എക്സിന്റെ മെറ്റീരിയൽ 2,000, ലേബർ 2,500, ഓവർഹെഡ് 1,400. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. എക്സിന്റെ കോളം ടോട്ടൽ ചെയ്യുന്നു. എക്സിന്റെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 21,200 എന്ന് കിട്ടും. ഈ 21,200 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്സ്. ഇതിനെ പെർ യൂണിറ്റിലാക്കാൻ വേണ്ടിയിട്ട് 21,200 ഡിവൈഡഡ് ബൈ എക്സിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 150 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ ടു 141.33 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദെൻ അഗൈൻ നമുക്ക് വൈന്റെ അക്കൗണ്ട് വരയ്ക്കാം. വൈന്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ വൈയുടെ ജോയിന്റ് എക്സ്പെൻസസ് 1,200, മെറ്റീരിയൽ 2,800, ലേബർ 2,500, ഓവർഹെഡ് 1,000 ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 7,500. നമ്മൾ ഈ 7,500 നമ്മൾ ഇവിടെ എഴുതിയത് 150 into 50 7,500 ചെയ്തത്. ദെൻ അതിന്റെ ബാലൻസിങ് ഫിഗർ 7,500. ഇതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. 7,500 ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 എന്ന് കിട്ടും. ഈ 150 ആണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ്. പക്ഷേ ഇതിനെ എങ്ങനെ വെറൈറ്റി ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ജോയിന്റ് എക്സ്പെൻസിൽ 1,200 കമ്പ്യൂട്ട് ചെയ്യേണ്ട വർക്കിംഗ് ഔട്ട് ആണ്. ഈ ഒരു കുഞ്ഞു കൺസെപ്റ്റിലാണ് കാര്യം, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്.